എന്തുകൊണ്ടാണ് ഞാൻ ലോൺ എടുക്കരുതെന്ന് പറയണതിൻ്റെ കാര്യം അറിയോ? അത് ഈവൻ കാർ ലോൺ ആയാലും ശരി, ബിസിനസ് ലോൺ ആയാലും ശരി, പേഴ്സണൽ ലോൺ ആയാലും ശരി, എടുക്കരുത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള സ്കില്ലില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്കില്ലുള്ളവൻ ലോൺ എടുക്കണം കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ലോൺ എടുക്കരുത്. കാരണം സ്കില്ലുള്ളവൻ എന്ന് പറയണത് അവൻ ഒരു പണം എത്ര രൂപ വന്നാലും, അനിൽ അംബാനിനെയും ദിൽദോ അംബാനിനെയും അതുപോലെ യൂസഫ് അലിനെ കണ്ടിട്ട് ലോൺ എടുക്കാൻ പോയാൽ യൂസഫ് അലി ഒന്നും ലോണല്ല എടുക്കുന്നത്. അതൊക്കെ അവരെ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിലൂടെ അവരെല്ലാം ലോൺ അവർ അച്ചീവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു യൂസഫ് അലിനെ പോലത്തെ ആൾ ലോൺ എടുക്കാൻ കണ്ടിട്ട് ലോൺ എടുക്കാതെ ബിസിനസ് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ആ പണം മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാതെ പോയി ലോൺ എടുത്താൽ എന്താ സംഭവിക്കുക? വെരി സിമ്പിൾ. ആ പണവും പോയി കിട്ടും. ലാസ്റ്റ് മാസം പണി എടുത്താൽ പൈസ വീട്ടേണ്ടി വരും. സ്ട്രഗിൾ, എന്താ പറയുക, കുത്തുവാക്കുകൾ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഡെവലപ്പായി വരുന്നവരുണ്ട്. എത്ര പേര്? 100% താഴെ പോകും. ഒരു 10% ആളുകളുണ്ട്. അവർക്ക് അടി കിട്ടിക്കഴിയുമ്പോൾ അവർ മുകളിലോട്ട് കയറി വരും. ഓരോ കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്ത് പോകും. അത് എണ്ണക്കുറവാണ്. അതിൽ നീ പെടണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ലോൺ എടുത്ത് ബിസിനസ് വളർത്തരുത്.